ക്രിസ്തീശ്വരൻ അനുഗ്രഹീതരായ പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദിക്കുന്നു. നിങ്ങളെവരെയും കർത്താവായ ക്രിസ്തു തന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം 2:17. ആത്മാവ് സഭയോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നൽകും. ലഭിക്കുന്നവന് മാത്രം അറിയാവുന്നതും പുതിയ പേര് എഴുതിയിരിക്കുന്നതുമായ ഒരു വെള്ളക്കല്ലും ഞാൻ അവന് സമ്മാനിക്കും. പഴയ നിയമത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ യഹോവയായ ദൈവം സ്വർഗം തുറന്ന് ഇസ്രായേൽ ജനങ്ങളെ വിശപ്പകറ്റാനായി മന്ന വർഷിച്ചു. അത് തിന്ന് അവർ തൃപ്തിയായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:35 കർത്താവ് പറയുന്നു, ഞാനാവുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നത് ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ. വെള്ളക്കല്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? റോമൻ ഭരണകാലത്ത് വിജയികൾക്ക് വെള്ളക്കല്ല് നൽകുമായിരുന്നു. എന്നാൽ കോടതിയിൽ ജൂറിമാർ ഒരാളെ കുറ്റവിമുക്തനാക്കാൻ വെള്ളക്കല്ല് കൊണ്ട് വോട്ട് ചെയ്യുമായിരുന്നു. ഈ വെള്ളക്കല്ല് ഉപയോഗിച്ച് ആർക്കും എക്സ്ക്ലൂസീവായ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമായിരുന്നു. വെള്ളക്കല്ലുള്ളവരെ ആ ഭാഗത്തേക്ക് കടത്തിവിടുമായിരുന്നു, പ്രവേശനം ലഭിക്കുമായിരുന്നു. കർത്താവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവന്, അന്ത്യം വരെ ഉറച്ചു നിൽക്കുന്നവന് ദൈവം തന്നെ മറഞ്ഞിരിക്കുന്ന മന്ന, യേശു ക്രിസ്തുവാകുന്ന ആ മന്ന, ആ വചനം നൽകുന്നു. ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രം അറിയാവുന്നതും പേരെഴുതിയിരിക്കുന്നതുമായ ഒരു വെള്ളക്കല്ലും അവന് സമ്മാനിക്കും. അത് ദൈവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ വിരുന്നിലേക്കുള്ള ക്ഷണമാണ്. ഹല്ലേലൂയ. വെള്ളക്കല്ല് 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, നീ കുറ്റക്കാരനല്ല. മറ്റൊന്ന്, നീ വിജയിയാണ്. മറ്റൊന്ന്, നിന്നെ ദൈവരാജ്യത്തിലേക്ക്, കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആയ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ 2ാം വരവിൽ എന്നെ നീതിമാനായി, കുറ്റമില്ലാത്തവനായി, അവിടുത്തെ മകനായി, വിജയിയായി എണ്ണണമേ. അതിലേക്കായി ആർക്കും അറിയാത്തതുമായ ആ പേരിരിക്കുന്ന വെള്ളക്കല്ല് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അതിലേക്കായി ഞങ്ങളെ ഉറപ്പിക്കണമേ. അവിടുത്തെ ആത്മാവിനായി ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനയ്ക്കിടെ കൃപ കർത്താവേ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.